അതിനകത്തില്ലമ്മ. അവിടുന്ന് തല അങ്ങോട്ടും വെച്ചോ. വെണ്ണിക്കുളം സഭയുടെ സെക്രട്ടറി പ്രിയ ചായനിപ്പോൾ ചുരുക്കം. പ്രത്യാശ വലിയവനായ ദൈവമേ, പിതാവേ, ഈ പകൽക്കാലുകൾ കടന്നുവന്നിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയനുമാൻ കർത്താവേ, നീ കൊടുത്താത്ത ആയുസ് തന്റെ ഓട്ടത്തിക്ക് പാട്ടൊക്കെ കർത്താവ് സഹായിച്ചു. കർത്താവെ തക്ക സമയത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ സ്തുതിക്കും. തത്തോളം സഹായിച്ച ദൈവം, തത്തോളം കർത്താവെ മാതാപിതാക്കന്മാർക്ക് ആശ്വാസം കൊടുത്ത ദൈവം, സഹോദരങ്ങൾക്ക് ആശ്വാസം കൊടുത്ത ദൈവം, കർത്താവെ കൂട്ടായിട്ട് വിളിച്ചതിന്റെ മകൾക്ക് ആശ്വാസം കൊടുത്ത ദൈവം, സഭയ്ക്ക് തത്തോളം ആശ്വാസം കൊടുത്ത ദൈവം ഈ പകൽക്കാലം ജീവിക്കുന്നു. ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ സ്വർഗത്തെ കടന്നതിന്റെ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരു നാള് കർത്താവിനോട് ചേർന്നുകൊണ്ട് കർത്താവെ പ്രത്യാശ നിറപ്പാത്തൊക്കെ വന്നു. ഒരു ദിവസം കർത്താവെ ഞങ്ങൾ കർത്താവെ ഹാലലുയ്യ നിന്റെ മകനോട് ചേർന്ന് കർത്താവെ ഹാലലുയ്യ ഈ പ്രിയ മകനോട് ചേർന്ന് നിന്നോട് ചേർന്ന് സന്തോഷത്തിന് അടുത്തുകൊണ്ടിരിക്കാൻ ജീവിതത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉള്ള എല്ലാം അനുഗ്രഹം കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന യേശുവിനെ കേൾപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പാസ്റ്റർ തമ്പി ജോർജ് അവരുകൾ ഇപ്പോൾ 90-ാം സങ്കീർത്തനം പരസ്യമായി വായിക്കും. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. വ്രതങ്ങളുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മറ്റുത്തരന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ വിൽപ്പിയിൽ ഇന്നലെ കഴിഞ്ഞുപോയോ ദിവസം പോലെയും രാത്രിയിലെ യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രയും. അവർ രാവിലെ മുളച്ചു വളരുന്നു, പുല്ലുപോലെയാകുന്നു. അതേ രാവിലെ ലടിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ജയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകർച്ചങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മഹോപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സമരസരങ്ങളെ ഞങ്ങളൊരു നടുവരെ കഴിക്കുന്നു. ഞങ്ങളുടെ ആഴ്ചാല വിടവ് സമരസരം
ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അതിവേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ വെക്കണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ ഞങ്ങൾ ജ്ഞാനമുള്ളവർ ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആഴ്ക്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും കേൾക്കണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. വെണ്ണിക്കുളം പാലാങ്കര ചർച്ച് ഓഫ് ഗോഡ് സഭാംഗമായ പുത്തൻപറമ്പിൽ റിജോയി വർഗീസ് രാജു, പുത്തൻപുരയ്ക്കൽ 29 വയസ്സ്, കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഭവനത്തിലെ ശുശ്രൂഷ കഴിഞ്ഞതിനു ശേഷം ഇനി സെമിട്രിയിലുള്ള ശുശ്രൂഷയ്ക്കായി നാം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും അല്പസമയങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കാട്ട്. ദൈവസഭയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ ഓവർസ് നമ്മോട് ദൈവവചനത്തിൽ സംസാരിച്ച് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ബഹുമാന്യ ദൈവദാസനെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മളെ ഭവനത്തിലെ സുദീർഘമായ ശുശ്രൂഷകൾക്ക് ശേഷമായി ഈ സെമിത്തേരിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. തന്റെ സഹോദരനായിരിക്കുന്ന അഹ്റോന്റെ നിര്യാണ വേളയിൽ ഇസ്രായേലത്തിന് പാടി ആശ്വസിപ്പിക്കാൻ വേണ്ടി നൽകിയ 90 സങ്കീർത്തനമാണ് നമുക്കിവിടെ ചൊല്ലുവാൻ തക്കവടിയായി തീർന്നത്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനും നമ്മൾ വളരെയേറെ സ്നേഹിക്കുകയും ചെയ്ത നമ്മുടെ വാത്സല്യ പൈതൽ വിജോയ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ശരീരത്തിന് ഔപചാരികമായ യാത്ര നമ്മൾ കൊടുക്കുകയാണ്. മരണത്തെക്കുറിച്ച് തിരുവചനം വളരെ ഗൗരവമായ ധാരാളം കാര്യങ്ങൾ പുസ്തകത്തിലുടനീളം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രത്യാശയുടെ ഏറ്റവും വലിയ ഉറപ്പും ധൈര്യവുമാണ്. സഭാപ്രസംഗ പുസ്തകം അവസാനിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു: പൊടി പണ്ടായിരുന്നതുപോലെ തിരികെ പൊടിയിലേക്ക് ചെയ്തു, ആത്മാവ് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് കരയൊരുക്കും. നമ്മള് ദൃശ്യവും അദൃശ്യവുമായ 2 ഘടകങ്ങളാൽ സംയോജിതമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ചിന്തിക്കുവാനും ആരാധിക്കുവാനും മറ്റുള്ളവരെ കാണുവാനും ഈ ലോകത്തോട് ഇടകലർന്ന് ജീവിക്കുവാനും കഴിവുള്ള പ്രത്യേക ഒരു ശേഷി കൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മെ മണ്ണിൽ നിന്നെടുത്തു, മണ്ണുകൊണ്ട് നാം ഉപജീവിക്കുന്നു, മണ്ണിനെ കുറിച്ച് ബോധമുള്ളവരായി ജീവിക്കുന്നു, തിരികെ മണ്ണിലേക്ക് ചേരുന്നു. എന്നാൽ നമുക്ക് ദൈവം തന്നെ മൂക്കിൽ ശ്വാസം ഊറിയതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ദൈവത്തിൽ നിന്നെടുത്തു, ദൈവത്തെക്കുറിച്ചുള്ള ബോധത്തോടെ ജീവിക്കുന്നു, ദൈവവചനത്താൽ പോഷിക്കപ്പെടുന്നു, തിരികെ നാം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. ഈ വസ്തുത ഇവിടെ ദൈവത്തിനായിരിക്കുന്ന മോശെ ഉറപ്പിച്ചിരിക്കുന്നു. ഈ മധ്യനെ പൊടിയിലേക്ക് മടങ്ങി ചെയ്യുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരികയെന്ന് അറിയിച്ചിരുന്നു. 26 യശയാവിനെ എഴുതി വെച്ചു, നിന്റെ മൃഗന്മാർ ജീവിക്കും, എന്റെ സഹോദരൻ എഴുന്നേൽക്കും. ആ ഒരു പ്രത്യാശയാണ് ദൈവം നമുക്ക് അറിയിക്കുന്നത്. 90 സങ്കീർത്തനം 10-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കും: എന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80. എന്റെ പ്രധാനം പ്രയാസവും കഷ്ടവുമാണ്, അത് വേഗം തീരും, ഞങ്ങളെ പറന്നു പോവുകയും ചെയ്യും. പുതിയ ഇംഗ്ലീഷ് പദ്യം എഴുതിയിരിക്കുന്നത് അറ്റ് ദ റീസൺ ഓഫ് ഹെൽത്ത് വി മേ ലീവ് അറ്റ് ദി ഏജ് ഓഫ് 80. നമ്മുടെ മനസ്സിന്റെ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം അവന് ഒരാഴ്ച അവൻ പൂർത്തീകരിച്ചാണ് കടന്നുപോയിരിക്കുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് ആശ്ചര്യമായി തോന്നിയാൽ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് അപ്രകാരം തന്നെയാണ്. കാരണം മരണത്തിലുള്ള നീക്കുപോക്ക് ദൈവമായ യഹോവയ്ക്കുള്ളതാണ്. വരുന്നു ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് തിരികെറിയതാൽ നമ്മുടെ പേരാഴ്ചാനെയും കുറച്ചാനെയൊക്കെ ദുഃഖിപ്പിച്ചിട്ട് ദൈവത്തിന് എങ്ങനെ കിട്ടാൻ? നമ്മുടെ വാത്സല്യ പൈതലിനെ തമ്പുരാന്
നേരത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് എന്ത് ലഭിക്കാനാണ്? അതെല്ലാം നമ്മുടെ ചിന്തയാണ്. ഇതിനപ്പുറത്തുള്ള പ്രത്യാശയാണ് വലുത്. തീർച്ചയായിട്ടും കാലഘട്ടം അത് തെളിയിക്കും. ദൈവത്തിന്റെ ഹിതമായിരുന്നു എന്ന് ദൈവം പൂർണ്ണമായിട്ട് തന്റെ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പും ധൈര്യവും നൽകും. 2000 അവാന്തരഭാഗമുള്ള ബൃഹത്തായ സമൂഹമാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് ഒഴിഞ്ഞ കല്ലറയാണ്. അവരിവിടെ ഇല്ല, അവർ ഉയർത്തെഴുന്നേറ്റ്. നമ്മുടെ ഒടുക്കമെന്ന് പറയുന്നത് നാം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത്. ആ വലിയ ഉറപ്പും ധൈര്യവും നമുക്ക് നൽകി തരട്ടെ. ഇന്നേക്ക് 2400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ദാനിയേൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: നേരത്തെ പുഴയിൽ വിശ്രമിക്കുന്നവർ ചില നിത്യജീവനായി, ചില നിത്യരചയ്ക്കായി ഉയർത്തെഴുന്നേറ്റ് വരും. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എങ്ങനെയാണ് യേശു പുനരുത്ഥാനവും ജീവനുമായത്? എബ്രായർ 2:9 പറയുന്നു, യേശു നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. ആർക്കും ആസ്വദിക്കാൻ കഴിയുന്നതല്ല മരണം. ആരെയും കൊതിത്തെരിപ്പിക്കുന്നതാണ് മരണം എന്ന് പറയുന്നത്. എനിക്ക് ജീവപര്യന്തം മരണഭീതിയുടെ അടിമകാരനൊക്കെ വിടുവിക്കേണ്ടത്. മരണത്തെക്കുറിച്ച് തിരുവനന്തപുരം നൽകിയിരിക്കുന്ന 2 ബൃഹത്തായ പ്രസ്താവനകൾ, ഒന്ന് നിദ്രയെന്നും മറ്റൊന്ന് നിര്യാണമെന്നുമാണ്. ആവർത്തന പുസ്തകം 31:16 ആദ്യം നിര്യാണം എന്നുള്ള പദം നാം കാണും, നിദ്ര എന്നുള്ള പദം നാം കാണും. എസ്കേപ്പ് 26 അധ്യായത്തിലെ 18ാമത്തെ വാക്യത്തിലാണ് ആദ്യം നിര്യാണം എന്നുള്ള പദം നാം കാണുന്നത്. എസെക്കിയേൽ എന്ന് പറയുമ്പോൾ ദൈവഭക്തന്മാരായ പൗലോസും പത്രോസും അതിനെക്കുറിച്ച് പറഞ്ഞു, എന്റെ നിര്യാണകാലം അടുത്തു, ഈ കൂടാരം കഴിച്ചു കൊടുക്കുന്നുള്ളത്. ഈ താഴ്ചയുടെ ശരീരം അടുത്തുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടേണ്ടതിന് കർത്താവിന് പ്രിയ വൈദ്യ പ്രസാദം തോന്നിയതുകൊണ്ട് തന്റെ പ്രിയ ഭാര്യയെ, സഹോദരങ്ങളെ, മാതാവിനെ, പിതാവിനെ ഒക്കെ വിട്ടേച്ച് നമുക്കെല്ലാവർക്കും മുമ്പ് വിജയ് പ്രൊമോട്ടഡ് ടു ഗ്ലോറി ഒരു മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അത് ചെന്ന് കാണാം എന്നുള്ള പ്രത്യാശ തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകിയിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അനാഥ കഴിയാൻ നിലകൊള്ളുന്നത്. അണപൊട്ടി ഒഴുകുന്ന ചിന്തകളും വേദനകളും ഉള്ളിലുണ്ടെങ്കിലും സഹിപ്പാനുള്ള കൃപ കർത്താവ് നൽകി തന്നിരിക്കുന്നു. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനമായി, എന്നിൽ വിശ്വസിക്കുന്നവർ ഒരു നാൾ മരിക്കുകയില്ല. ജീവിതത്തിൽ വിശ്വസിക്കുന്നവർ മരണത്തെ കാണുകയില്ല. അവിടെ വിജയം ഉറങ്ങുന്നു. ഇനി ആര് വിളിച്ചാലും ഉണരുകയില്ല. അവന്റെ കാന്തൻ അവരെ വിളിക്കുന്ന ഒരു ദിനമുണ്ട്. അന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് ഉറപ്പേറിയ വസ്തുതയാണ്. റഷ്യ പറഞ്ഞ 13ാം അധ്യായത്തിന്റെ 14ാമത്തെ വാക്യത്തിൽ ആളുകളെ പാതാളത്തിൽ ഒഴിവിക്കുമെന്നും മരണത്തിനവർ ഉദ്ധരിക്കുമെന്നും രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ 15ാം അധ്യായത്തിന്റെ 55ാമത്തെ വാക്യത്തിൽ പൗലോസ് വിവരിച്ചു വന്നു, ഹേ മരണമേ എന്റെ ചിഹ്നവിടെ, ഹേ മരണമേ എന്റെ വിഷമുള്ളവിടെ, ഓ മരണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഹേ മരണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരണത്തിന്റെ ഭയമകറ്റിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പ്രത്യാശ കൊണ്ട് പരസ്യത്തെ കുഞ്ഞുങ്ങളെ ജീവിതം നിറയ്ക്കട്ടെ. വീണ്ടും കാണാം, ചെന്ന് കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുക. ദൈവമായ കർത്താവ് നമുക്കെല്ലാവർക്കും വരട്ടെ. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദപുസ്തകത്തിലെ ചാറ്റമായിരിക്കുന്ന 1-15 അധ്യായത്തിന് 35 മുതൽ വേദഭാഗങ്ങൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ മാറി മാറി നമ്മെ വായിച്ച് പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഈ സമയം വേർതിരിക്കുന്നു. ഏതൊരു ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാണ് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വയ്ക്കുന്നതോ ഭഗവാനുള്ള ശരീരമില്ല. മറ്റു പലതിന്റെയോ സ്ഥിരമണിയത്തിനും വിതയ്ക്കുന്നത് നിയമത്തിന്റെ ഇഷ്ടംപോലെ അതിന് ഒരു ശരീരവും ഓരോത്തിനും അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകലമാംസവും ഗോരയുടെ മാംസമല്ല, മറ്റുള്ള മാംസം വരെ, കങ്കാലിയുടെ മാംസം വരെ, ഭക്തിയുള്ള മാംസം വരെ, മനുഷ്യനുള്ള മാംസം വരെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വരെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വരെ, സൂര്യന്റെ തേജസ് വരെ, ചന്ദ്രന്റെ തേജസ് വരെ, നക്ഷത്രങ്ങളുടെ തേജസ് വരെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മനുഷ്യരുടെ പുനരുത്ഥാനവും അവിടം തന്നെ. രക്തത്തിൽ വിതയ്ക്കപ്പെടുന്നു, മധ്യാർത്ഥത്തിൽ ഉയർത്തുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു, പ്രാർത്ഥന ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു, പ്രാർത്ഥന ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള വ്യക്തിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുമല്ലോ. ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവായി.
എന്നാൽ ആത്മീയമല്ല ഭാഗമത്രേ ഒന്നാമത്തത്. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല, ദൈവത്വമാതിർത്തത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോടെ പറയുന്നു, നാമെല്ലാവരും നിദ്രകൊള്ളിയില്ല. എന്നാൽ ആളനാഥത്തിങ്കിൽ പെട്ടെന്ന് കണിവയ്ക്കുന്നതിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ആകളും ധനിക്കും, മനുഷ്യരക്ഷയിലായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദിവസമുള്ളത് ദിവസത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദിവസമുള്ളത് ദിവസത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതി വചനം പൂർത്തിയാകും. ഹേ മരണവേദിന്റെ ചെയ്തവരുടെയും ഹേ മരണവേദിന്റെ വിഷയമുള്ളവരുടെയും മരണത്തിന്റെ വിഷയമുള്ള പാപം പാപത്തിന്റെ ശക്തിയുള്ളവരായി പ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആകയാലിന്റെ പ്രിയ സഹോദരന്മാരെയും നിങ്ങൾ ഉറപ്പുള്ളവരും കുരുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവില്ലായി നൽകിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. സഹോദരന്മാരെ, മാംസരങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഈ മർത്യമായതിനെ പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. നവ അമേരിക്കയുടെ ശില്പികളിൽ പ്രധാനിയായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ സഹോദരറിൽ ഒരു പ്രത്യേക കുറിപ്പ് കാണുവാൻ തോന്നുകയും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉള്ളടക്കം ഒരു പുസ്തകമായിരുന്നു. അതിന്റെ ഉള്ളടക്കം സ്വർഗത്തിലേക്ക് പോയി കുറഞ്ഞ കൈക്കല്ലറിയിൽ വിശ്രമിക്കുന്നു. അതെ, ഇജോയി ഉള്ളടക്കം ഒരു പുസ്തകമാണ്. അകത്തവങ്ങളിൽ കർത്താവുമായുള്ള അഭിവൃദ്ധി ബന്ധത്തിന്റെ ആൾ അവന്റെ ഉള്ളിൽ പോയി കർത്താവിനെ കാണണമെന്നുള്ളതായി നമ്മുടെ പ്രദേശയിലേക്ക് അവൻ പറന്നുയർന്നു. ഈ പ്രോജക്ട് നമ്മളോട് നന്നായി തീരും, പക്ഷെ കർത്താവിനെ കാണാനാണ് തീരും. ഈ മൺമയമായ ശരീരം വിൺമയമായിട്ട് പ്രാപിക്കുന്ന ഉറപ്പോടുകൂടി അവർക്ക് പ്രത്യാശ ധരിച്ച് നൽകുവാൻ കർത്താവ് വരട്ടെ. ഈ ആരെങ്കിലും കാണാൻ കൂടെയെങ്കിൽ ദയവായിട്ട് അവർക്ക് ഒരു സാവകാശം ഒരുക്കി കൊടുക്കില്ല എങ്കിൽ അവനാണ് നിങ്ങൾ അവസാനമായി വിജയോട് അറിയുവാത്തോളം ഉള്ളതായ വേദി ഒരുക്കുന്നു. അതിനുശേഷമായിട്ട് കമ്മിറ്റികൾ തന്നെ ആ മുഖം മൂടും. ഈ പെട്ടിയെപ്പം പൊങ്ങിയായിരിക്കുന്നത് അവർ വെച്ച് മൂടത്തക്ക രീതിയിൽ നല്ല കൈക്കുള്ള പ്രിയപ്പെട്ടവർ ദയവായിട്ട് ആ ശുശ്രൂഷ ചെയ്തു തരുവാൻ പ്രധാന നാമത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. ദയവായി സഹകരിച്ചാട്ടെ. യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ
നമിക്കുന്നു. നിത്യമാശോഭിതത്തില്ല കൂടി ആകാശം ദയവായിട്ട് എല്ലാവരും സഹകരിച്ചാട്ടെ. വളരെ വേദനാജനകമായ വ്യവസ്ഥമായി ഇതിനെല്ലാം ഇതിനെ അതിജീവിക്കുന്ന പ്രത്യാശയുടെ വാക്കുകൾ ദാസന്മാരൊരുവൻ 1 ശ്രമിക്കുന്ന 4 അധ്യായത്തിന്റെ 13 ഇതിന്റെ വേദഭാഗങ്ങൾ നമ്മെ വായിച്ച് കേൾപ്പിക്കും. 1 ക്രിസ്തുവിനിക്കും 4 അധ്യായത്തിന്റെ 13 വേദഭാഗം. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രത്യാശയില്ലാത്തവർ മറ്റുള്ളവരെ പോലെ നിഗ്രഹമുള്ളവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം എന്നോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത്തോടെ ജീവനോട് ജീവിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെ എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് മരിച്ചവരുമുണ്ട് ഉയർത്തുകയും ചെയ്യും. പിന്നെ ജീവനോടെ ജീവിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എത്തപ്പെടും. ഇങ്ങനെ എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുകയും നീ പൊടിയാകുന്നു. തിരികെ പൊടിയിലേക്ക് മടങ്ങി ഞങ്ങളുടെ ദൈവത്തിൽ സമാധാനത്താലും ദിവ്യ ആശ്വാസത്താലും ആശ്വസിപ്പിക്കുന്ന ദൈവമായിരിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. വലിയൊരു വാർത്തത്തെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ അടങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൽ, എന്നിലും വിശ്വസിപ്പിൽ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയതുപോലെ വീണ്ടും വരും, നിങ്ങളെ പിന്നെയും എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുന്ന വലിയ ആശ്വാസത്തിന്റെ വചനം. വലിയ ആ വാഗ്ദത്തം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓർത്ത് പ്രത്യാശിച്ചുകൊണ്ട് ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഹല്ലേലൂയ, കുടുംബാംഗങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തരഹൃതമായ ജീവിതം, നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടി വഴിമാറി കൊടുത്തുകൊണ്ട് ഇമ്പങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ നൽകണം. ഈ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചു ചേർത്തു. ദൈവത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുവാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്നാൽ ഞങ്ങൾക്കൊരു പ്രത്യാശ അവശേഷിപ്പിച്ചിരിക്കുന്നു. കാഹളം ധ്വനിക്കും, സകല വിശുദ്ധന്മാരും തേജസ്സിന്റെ ശരീരത്തിൽ അക്ഷയരായ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വീണ്ടും കാണാം എന്നുള്ള വലിയ പ്രത്യാശയോട് തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപിതാവിനെ, മാതാവിനെ,
സഹോദരിമാരെ ഹല്ലേലൂയ സ്തോത്രം. പ്രിയ നിന്റെ ദാസനെ കൂട്ടായി കൊടുത്തതിന് ദാസിയെ സഹോദരങ്ങളെ രക്തബന്ധത്തിൽ ചാർജ് സഭാംഗങ്ങളായിരിക്കുന്ന ഈ ദുഃഖത്തിൽ പങ്കിടുന്ന എല്ലാവരെയും ദിവ്യ സമാധാനത്താൽ നിറച്ചാണ് ശുശ്രൂഷകളിൽ പാലിക്കണം. അവരുടെ അഭിഷക്തന്മാരെ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം. എല്ലാ മഹത്വം കർത്താവെടുത്താണ് ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയെടുക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രമിനിയില്ല. പുതിയ വിശുദ്ധനഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ഞാൻ കണ്ടു. സിംഹാസനത്തിൽ ഒരു ആകാശം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിലുള്ള അവൻ അവരോടുകൂടെ വസിക്കും, അവരുടെ ജനമായിരിക്കും. ദൈവകാലവരുടെ ദൈവമായി അവരോടുകൂടെയിരിക്കും. അവരവരുടെ കണ്ണിലെല്ലാം തുറക്കുകയും ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിലിരിക്കുന്നവനില്ല, ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുന്നതായി വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് കൽപ്പിച്ചു. ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇവിടുന്ന് 6 പേര് മതിയോടെ, ബാക്കിയൊന്നും നിൽക്കട്ടെ. ദൈവത്തിന്റെ കാലത്തോട് സ്വർഗത്തിൽ വഴിവരുമ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർപ്പിന്റെ പൊൻപുരയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈകൽ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ ശരീരം ഇവിടെ ഞങ്ങൾ സംസ്കരിക്കുന്ന കർത്താവേ. ആമേൻ ആമേൻ. ദുഃഖത്തിൽ ഭാരത്തിലായിരിക്കും പ്രിയപ്പെട്ടവരെ, ഈ മാതാപിതാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, സ്വന്തമത്തിൽ പ്രാപികളെ, സഹോദരങ്ങളെ, സഭയെ കർത്തദാസന്മാരെ എല്ലാവരെയും സ്വർഗ്ഗം ആശ്വസിപ്പിക്കണമേ. എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ആമേൻ ആമേൻ. ആ നിത്യമായ പ്രത്യാശ ഞങ്ങൾ പ്രതിനിധിക്കുന്നതിനായി സ്തോത്രം. ഈ വചനങ്ങളെ ആശ്വസിച്ചുകൊണ്ടിരിക്കുന്നുള്ളവർ ഞങ്ങൾ ഓർക്കുന്നു. ഇതുവരെ ശുശ്രൂഷമായി ഭംഗിയായി ദൈവം നടത്തിയല്ലോ. അങ്ങനെ വിലപ്പെട്ട അഭിഷേകത്തെ ഞങ്ങൾ വലിയ കൊണ്ടുവന്നല്ലോ. ഈ ശുശ്രൂഷ നിർവഹിക്കാനുള്ള അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നല്ലോ. പ്രശ്നത്തിനായി കുടുംബമായി സഭയുടെ വിശ്വാസികൾക്കായി ദൈവമക്കളുടെ സ്തോത്രം. എല്ലാവരെയും കർത്താവ് സമാധാനത്തോടെ അയക്കണമേ. ശുശ്രൂഷ അവിടുന്ന് നിർവഹിച്ചതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആളുകളുടെ വലിയവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ആശീർവദിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാളുകളോട് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളും നമ്മുടെ കർത്താവിന്റെ കാത്തുകയും ഇപ്പോഴും ഇരിക്കുവാനായിട്ട് യേശു സുഖാന്തരിച്ച സമയത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.
Thank you.